ഏർലി പീരീഡ് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. എത്രയും കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന അത്രയും നല്ലത്. അപ്പോൾ ഈ സെഡന്ററി ലൈഫിനോട് എപ്പം വരുന്നു, ഈ എക്സസൈസ് ലൈൻ എപ്പം വരുമ്പോൾ അവർക്ക് നേരത്തെ വീട് വരാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ദൈവം തരുന്നതാണല്ലോ പെയിൻ, ഈ പെയിൻ നമ്മൾ സഹിക്കണം അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. അതുപോലെ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം പന്ന രക്തം ഒരിക്കലും വിചാരിക്കുന്നത് തെറ്റിദ്ധാരണ. എനിക്കറിയാൻ ഒരു കാര്യം ഇറഗുലർ പീരീഡ്സ് ആണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം, അങ്ങനെ കാര്യങ്ങളുണ്ട്. ജെനറ്റിക്സ് ആയിട്ടൊരു അമ്മയ്ക്ക് PCOD മാറുന്ന PCOD വരാം. ക്യൂറബിൾ ആണോ? തീർച്ചയായിട്ടും ഒരു മരുന്നെടുക്കാതെ ക്യൂർ ചെയ്യാൻ പറ്റും. ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇപ്പൊ സ്ത്രീകള് ഇപ്പം ഡോക്ടർ എന്നും പേഷ്യൻസിനെ കാണുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുണ്ട്, പക്ഷെ സ്ത്രീകൾ അത് ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. നമ്മള് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പം നമ്മളൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഇൻഷുറൻസ് എടുക്കും. അതിന്റെ ഇപ്പം നമ്മൾ സർവീസിങ് ചെയ്യും. അപ്പം 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യുകയും നമ്മൾ 10,000 ആകുമ്പോൾ സർവീസ് ചെയ്യും, ചിലപ്പം 6,000 7,000 ആകുമ്പോൾ സർവീസ് ചെയ്യും. അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് വിളിച്ചു പറയും നിങ്ങൾ ഒരു സർവീസ് ചെയ്യുമെന്ന് വിളിച്ചു പറയും, നമ്മൾ സർവീസ് ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്താണ്. നമ്മൾ ഒരിക്കലും നമ്മളൊരു റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് പോലും ചെയ്യുന്നില്ല. ശരിക്കും റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് എല്ലാവരും ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല അസുഖങ്ങളാണ് കണ്ടിരിക്കുന്നത്, അതിന് ചികിത്സിക്കണം. അപ്പോൾ അത് ശരിക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു മുളയിൽ നുള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ആദ്യമേ നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. അതൊരു ചെറിയൊരു സംഭവം അത് വലുതായി അതിന്റെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സെക്കൻഡറീസ് അല്ലെങ്കിൽ വേറെ ഡിസീസ് വേറെ സ്പ്രെഡായി അങ്ങനെ ചികിത്സിക്കുന്നത് അത് ഇപ്പോഴും ഒരു പ്രൈമറി ലെവലിൽ തന്നെ ചികിത്സയായിരിക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു റൊട്ടീൻ ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതൊരു റൊട്ടീൻ സ്കാൻ, അബ്ഡോമിൻ സ്കാൻ, ജനറൽ സ്കാൻ ചെയ്തതിന് വേറെ എന്തെങ്കിലും ഗ്രോത്ത് ഒന്നും അറിയാൻ പറ്റും. എപ്പോഴും ചെയ്യണമെന്നില്ല, ഒരു once in a year, once in 2 years നമുക്കൊരു ജസ്റ്റ് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യാം. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ ഹെൽത്ത് ചെക്കപ്പ് അറിയിക്കും. ഇപ്പം അസുഖങ്ങൾ കണ്ടുപിടിക്കും അതുപോലെ വേറെ, പക്ഷെ എന്നാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് നമുക്ക് സിംറ്റമാറ്റിക് ആണ്. നമ്മൾ എപ്പോഴും ഒരു പേഷ്യൻ്റാണല്ലോ നമുക്ക് ആ ചികിത്സ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല എന്നൊരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യാൻ പറ്റും. പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ മെനോപോസ് വന്നു കഴിയുമ്പോൾ ആണല്ലോ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലും ആരോഗ്യത്തിൽ പ്രശ്നം വരികയെന്നാണ്. ഈ മെനോപോസിന് ശേഷം സ്ത്രീകൾ ചെയ്തിരിക്കേണ്ട ചെക്കപ്പുകൾ ഏതൊക്കെയാണ്? ഈവൻ ബ്രസ്റ്റ് സ്ക്രീനിങ് ചെയ്യാം, ഈവൻ ജനറൽ എക്സാമിനേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യാൻ പറ്റും, അതുപോലെ മാമോഗ്രാം ചെയ്യാൻ പറ്റും, അതുപോലെ ജനറൽ അബ്ഡോമിൻ സ്കാൻ ഭയങ്കര. പിന്നെ പാപ്സ്മിയർ ഒരു വട്ടം ചെയ്ത് വലിയ കുഴപ്പമില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഗർഭപാത്രത്തിന് ഗർഭപാത്രത്തിന് വരുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനൊരു പ്രോബ്ലമേ അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്കാൻസ് once in a year, once in 2 years ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ചിലർക്ക് ഈ പീരീഡ് നിന്നുമായാലും ചിലപ്പോൾ ഓടി സിസ്റ്റൊക്കെ വരാം. പക്ഷെ അങ്ങനെ വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് 100% മാലിഗ്നൻസിക്ക് ചാൻസ് കൂടുതൽ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് യൂട്രസിലാണെങ്കിൽ പോലും ഒരു വട്ടം പീരീഡ് നിന്ന് കഴിഞ്ഞാൽ ഒരു 1 year ആയിട്ട് പീരീഡ് വരാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് വീണ്ടും പീരീഡ് വരുന്നത് ഒരിക്കലും നല്ലതായിരിക്കും. അങ്ങനെ പീരീഡ് ആണെങ്കിൽ നമുക്ക് നോക്കണം യൂട്രസിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലക്ഷണമാകാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻഡോമെട്രിയം അതിന് 4 millimeter കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്രൈൻ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. നമുക്ക് അങ്ങനെ പരിശോധിക്കേണ്ടി വരും, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കേണ്ടി വരും. അങ്ങനെ തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും. ബയോപ്സി ബ്ലൈൻഡ് ബയോപ്സി ചേർത്ത് അതായത് ജസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹിസ്റ്റോസ്കോപ്പി താക്കോൽ നോക്കി ഉള്ളിൽ പോയി ചെക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ടും ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെയും ബ്ലീഡിങ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്രസ് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങൾ. അന്നേരം നമുക്ക് 100% ബയോപ്സി കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് തേയ്മാനങ്ങളാണ്. തേയ്മാനങ്ങൾ അത് പണ്ടുള്ള ജോലി സ്ത്രീകൾ ഈ ജോലി ചെയ്യുന്നതിന് കൂടി ഇപ്പം ജോലി ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ചാൽ ലിഗമെന്റ്സ് ബോൺസ് എല്ലാം ബോൺ ഡെൻസിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. ലിഗമെന്റ്സ് പേശികളിലൊക്കെ കട്ടിക്കുറവാണ്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുട്ടുമാറ്റ ശസ്ത്രക്രിയ അങ്ങനെ പ്രവർത്തിക്കും വരുന്നത്. അപ്പം അവർ നേരത്തെ അവരെ ഈ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് എക്സസൈസ് ചെയ്ത് മസിൽ സ്ട്രെങ്തിന് എക്സസൈസ് ചെയ്തു വേണം. ഈഗിൾസ് എക്സസൈസ്, മസിൽ സ്ട്രെങ്ത് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഓൾഡ് ഏജ് ആണ് വലിയ പ്രോബ്ലം വരാതിരിക്കും. ചില ആൾക്കാർക്ക് ഹോർമോൺസ് വേണ്ടി അങ്ങനെയാണെങ്കിൽ ഹോർമോൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മൂഡ് സ്വിങ്സ്, കോൺഫ്ലിക്ഷൻസ്, ചൂടടിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഒത്തിരി കുറവ് അതെല്ലാം മാറി.
ഈ ഹോട്ട് ഫ്ലാഷസ് ഒക്കെ വരുന്നതും ഈ രാത്രിയിൽ വിയർക്കുന്നത് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയാണല്ലോ മെനോപോസ്. അത് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഹോം റെമഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? എക്സസൈസ് ഭയങ്കര നല്ലതാണ്. എക്സസൈസ് ആൻഡ് ഈറ്റിംഗ് ഈസ്ട്രജൻ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ സോയാബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമുക്ക് ഈ ഇങ്ങനത്തെ ഈ ഹോട്ട് ഫ്ലാഷസ് കുറയാൻ സാധിക്കും. പിന്നെ എക്സസൈസ് ഭയങ്കര നല്ലതാണ്. എക്സസൈസ് ദിവസം 2 hours എക്സസൈസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, ജിം ജോയിൻ ചെയ്യണം, ഹെൽത്ത് ക്ലബ്സ്, അതൊക്കെ ഭയങ്കര നല്ലതായിരിക്കും ഹോട്ട് ഫ്ലാഷസ് കുറയാൻ സാധിക്കും. ഈ മാനസിക സമ്മർദ്ദം ഒക്കെ ഇതിനെ ഒരുപാട് ബാധിക്കാം. ചുമ്മാ ഞാൻ ആരുടെ സമ്മർദ്ദം ഉണ്ടോ എല്ലാം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ സമ്മർദ്ദം ഉണ്ടാകും. ആർത്തവം ആദ്യമായിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ഒരു 12-14 വയസ്സെന്നാണ് മിനിമം പറയുന്നത്. പക്ഷെ അതിപ്പോ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പം ആർത്തവമുണ്ട്. അതേപോലെ മെനോപോസ് എന്ന് പറയുന്നത് ഒരു 50 വയസ്സിന് ശേഷം തേക്കിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുന്നുണ്ട് ഇപ്പൊ ഏജ് 50 അല്ല 52, 53 വയസ്സിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണ്? എങ്ങനെയാണ് ഈ ഏജ്? ഈ നമ്മള് ഈ സെഡന്ററി ലൈഫും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരു ഹാബിറ്റ് ചേഞ്ചും ഇതിനകത്തുണ്ടാകുന്ന കണ്ടാമിനേഷൻസ് ഒക്കെ നമുക്ക് ഏർലി പീരീഡ്സ് കൊണ്ടുവരാം. നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകും. പണ്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും സ്കൂളിൽ കുറച്ച് ദൂരം നടക്കുക അല്ലെങ്കിൽ കിലോമീറ്ററുകൾ നടന്നിട്ടേക്ക് പോകുന്നത്. ഇന്ന് നടത്തം എന്നൊരു സംഭവമേ ഇല്ല. നമ്മള് പിള്ളേരെ എടുക്കുന്നത് പോലും അവർക്ക് PCOD അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ റീസൺസ് ആണ്. അതുപോലെ തന്നെ എത്രയും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് അത്രയും നല്ലത്. അപ്പോൾ ഈ സെഡന്ററി ലൈഫിനോട് എപ്പം വരുന്നു, ഈ എക്സസൈസ് ലൈഫ് എപ്പം വരുന്നു, അവർക്ക് നേരത്തെ പീരീഡ് വരാം. പിന്നെ ഈസ്ട്രജൻ റിച്ച് ഫുഡ് കഴിക്കുന്നതും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകും. നമുക്കറിയത്തില്ല നമുക്ക് കഴിക്കുന്ന ഫുഡിനകത്ത് എന്തുമാത്രം ഹോർമോൺസ് ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏർലി പീരീഡ്സ് ഉണ്ടാകും. അപ്പം ഏർലി പീരീഡ് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പെൺകുട്ടികളിൽ ഹൈറ്റ് കുറയുന്നത് ഭയങ്കര മതത്തെക്കാളും ശരി ഹൈറ്റ് കൂടുതൽ വേണം അടുത്ത കുട്ടിക്ക്, പെൺകുട്ടി ആയതില്ല. പക്ഷെ പലപ്പോഴും ഹൈറ്റ് കുറഞ്ഞു പോകുന്നത് അതും ഈ ഏർലി പീരീഡ്സുമായിട്ട് ഒരു ബന്ധമാണ്. പിന്നെ ഈ ലേറ്റ് പീരീഡും അതും ഈ ചില ആൾക്കാർക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ് മിക്കവാറും ഈ ലേറ്റ് പീരീഡ്സ് ലേറ്റ് ആകും. നമ്മളിപ്പം പീരീഡ് കുറഞ്ഞ് നിൽക്കും, അങ്ങനെ ഉണ്ടാകും. കൂടി നിൽക്കത്തില്ല. കൂടി പോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം, സ്കാൻ ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് പീരീഡ്സ് കൂടുതലായിട്ടുണ്ടാകുന്നത് നോക്കണം. വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സർജറിയിലൂടെ കറക്റ്റ് ചെയ്യും, കാര്യം മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ചെയ്യും. പീരീഡ് ഓവറായിട്ട് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുന്നത് നല്ല. അത് ഹോർമോണിൽ ജസ്റ്റ് സാധാരണ മെഡിസിൻ എടുക്കുന്നതിന് ചിലപ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് ആവും. ഇത് ബ്ലീഡിങ് ഓവറായി കഴിഞ്ഞാൽ കൊച്ചു പെൺകുട്ടിയിലേക്കാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുകയും അവർക്ക് ഹെയർ ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മരുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അവരെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതേപോലെ ഇപ്പൊ മെനോപോസ് ആ ഏജ് വരെ എത്താതെയും പോകുന്നുണ്ട്. അതായത് 40-ന് ശേഷം മെനോപോസ് ആവുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അത് ഓരോ ആൾക്കാർക്കും ഓവറിയിലുള്ള എഗ്ഗിന്റെ നമ്പറിനെ ആശ്രയിച്ചിരിക്കും. ചില ആൾക്കാർക്ക് ജന്മന ഓവറിയിൽ എഗ്ഗിന്റെ നമ്പർ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് എഗ്ഗ് തീർന്നു പോകും. നമുക്കൊരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര എഗ്ഗ് ഉണ്ടെന്ന്. ചില ആൾക്കാർക്ക് ഇഷ്ടംപോലെ എഗ്ഗ് ഉണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ നോർമൽ ആൾക്ക് ഒരു 50 വയസ്സിലേക്ക് ഓവുലേഷൻ സുഖമായിട്ടാകും. പല ആൾക്കാർക്ക് അത്രയും വരെ എഗ്ഗ് കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ സെയിം വേറെ റേറ്റിംഗ് ഇപ്പം എഗ്ഗ് കുറവാണ്, ഫസ്റ്റ് എഗ്ഗ് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ഓവുലേഷൻ ആകും തീർന്നു നേരത്തെ മെനോപോസ്. എഗ്ഗാണ് ഈ ഓവുലേഷൻ ആണ് ഈ മെനോപോസിനെ കൂടുതൽ ബാധിക്കും. PCOD വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട് ഇപ്പൊ. ഇനി അത് ക്യൂറബിൾ ആണോ? തീർച്ചയായിട്ടും ഒരു മരുന്നെടുക്കാതെ ക്യൂർ ചെയ്യാൻ പറ്റും. ശരിക്കും കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്യാം. അതായത് ഞാനിവിടെ പറയും, നമ്മൾ ഇപ്പം ശരിക്കും നമ്മൾ പകല് 12 മണിക്കൂറും രാത്രി 12 മണിക്കൂറുള്ളത് പകല് സൂര്യന്റെ കീഴിൽ വെയിൽ കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും PCOD ഉണ്ടാകുന്നില്ല. അങ്ങനെ ആരും ജോലി ചെയ്യുന്നതിൽ എല്ലാവർക്കും ഈവൻ നോർമൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന നോർമൽ ഓവറി എഗ്ഗിന്റെ നമ്പർ കുറവായിരിക്കും, അല്ലെങ്കിൽ എഗ്ഗിന്റെ നമ്പർ സെയിം ആസ് നോർമൽ ആയിരിക്കും. പക്ഷെ അന്നേരം അവരുടെ ഓവറി സ്കാൻ ചെയ്യുമ്പോൾ PCOD പോലെ ബിഹേവ് ചെയ്യും. അത് ഓവുലേഷൻ ആകത്തില്ല. അതിന് പ്രധാന കാരണം സെഡന്ററി ലൈഫാണ് ആൻഡ് ഡയറ്റ് ഹാബിറ്റ്സ്. ഇത് രണ്ടും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCOD 100% ആണ് മാറ്റം. ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ ബോഡിയിൽ തന്നെ, ഒരുപാട് ചേഞ്ചസ് വരും, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരും. അപ്പം ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, വെന്റിലേഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതാണല്ലോ ഈ PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ആക്ച്വലി അത് ലഘൂകരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതെല്ലാവർക്കും ഉണ്ടാവുമോ? അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ പ്രീമെൻസ്ട്രൽ പെയിൻ അതൊക്കെ ആയിരിക്കും യൂഷ്വലി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഈ പെയിൻ വരാതിരിക്കുന്ന മെഡിസിൻസ് ആ സമയത്ത് എടുത്തു പോകും.
എടുത്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെയിനും ബ്ലീഡിങ്ങും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി മൂഡ് സ്വിങ്സും കൺട്രോൾ ആവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ദൈവം തരുന്നതാണല്ലോ പെയിൻ, ഈ പെയിൻ നമ്മൾ സഹിക്കണം അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. അതുപോലെ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓടുന്ന രക്തം പന്ന രക്തമാണെന്ന് ഒരിക്കലും വിചാരിക്കും. അതും തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തവും നല്ല രക്തമാണ്, അത് രണ്ടും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു പ്രോബ്ലംസ് നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവും. കഴിക്കാം, ബ്ലീഡിങ് ഓവറാണെങ്കിൽ കഴിക്കാം, തീർച്ചയായിട്ടും കഴിക്കാം. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇത് ഞാൻ കേട്ടിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഇപ്പൊ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഡോളോ അങ്ങനെ എന്തെങ്കിലാണ് കഴിക്കുന്നതെന്ന് വെച്ചോ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഹെവി ആവും, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് പ്രശ്നമാകും എന്തൊക്കെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പുരുഷന്മാർക്ക് പീരീഡ് വരും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത്രയും ഒരു കാര്യം, നമ്മള് പീരീഡ് വരുമ്പോഴാണ് ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളും വരുന്നത്. അപ്പം അത് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. അത് സൈക്കട്രിക് മെഡിസിൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ മെഡിസിൻസ്. ഇപ്പൊ നമ്മളിപ്പം ചില ആൾക്കാർക്ക് പീരീഡ് ആകുമ്പോൾ ഓൾറെഡി അനീമിക് ആയിരിക്കും, അതൊരു ക്ഷീണക്കുന്നുണ്ടാകും. നമ്മൾ അയൺ ടാബ്ലറ്റ്സ് നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് അത് കൂടുതലുണ്ടാകുന്നത്. ചിലപ്പോൾ തൈറോയ്ഡ് വേരിയേഷൻസ് കാണും, അങ്ങനെയാണെങ്കിൽ അതിന് മെഡിസിൻസ്. അങ്ങനെ ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇപ്പം വേറെ പ്രഗ്നൻസി ട്രൈ ചെയ്ത് നമുക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ മൂഡ് സ്വിങ്സിന് നല്ല രീതിയിൽ വ്യത്യാസം വരുത്താൻ സഹായിക്കും. ഈ തൈറോയിഡ് ശരിക്കും ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണോ? തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഓവുലേഷനെ ബാധിക്കും, പ്രഗ്നൻസി ബാധിക്കും, പീരീഡ് വരാതിരിക്കും. ഹൈപ്പോതൈറോയിഡിസം തൈറോയിഡ് കുറവാണ്. ക്രമം തെറ്റി ആർത്തവം ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നത്, സെഡന്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇപ്പൊ ഈ ക്രമം തെറ്റിയുള്ള ആർത്തവത്തിൽ? ഈ നമ്മൾ യൂഷ്വലി ഈ ക്രമം തെറ്റിയ ആർത്തവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ് കാരണം അങ്ങനെ ബ്ലീഡിങ് ഇടയ്ക്ക് ഉണ്ടാകുന്ന വെച്ചാൽ അത് നമ്മൾ അങ്ങനെ കണ്ടുവരുന്ന കുറവാണ്. ജോലിയൊന്നും യാത്ര ചെയ്യുന്നൊന്നും ബ്ലീഡിങ് ഉണ്ടാകുന്നത് കുറവാണ്. യൂഷ്വലി എന്തെങ്കിലും ഒരു പത്തോളജി അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിലാണ് യൂഷ്വലി ഇതിന് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. യൂട്രസിൽ മുഴയോ അല്ലെങ്കിൽ ഗർഭത്തിനുള്ളിൽ ഈ പോളിപ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഇന്റർമെൻഷണൽ സ്പോട്ടിങ് അല്ലെങ്കിൽ ഇടയ്ക്ക് ബ്ലീഡിങ് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഓവറി സിസ്റ്റം ഉണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കാതെ വരും, അങ്ങനെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ വളരെ വേറായിട്ട് ഹോർമോണൽ വേരിയേഷൻ കൊണ്ട് നമുക്ക് ഈ ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ ഓവുലേഷൻ ആകാത്തവർക്കും ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ബ്ലീഡിങ്സ് ചേഞ്ച് ചെയ്യുന്നത്. സ്ട്രെസ് കാരണം വളരെ വേറായിട്ട് മാത്രമേ നമുക്ക് ബ്ലീഡിങ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. സ്ട്രെസ് കാരണം പീരീഡ് വരാതിരിക്കാം, അങ്ങനെ യൂഷ്വലി കണ്ടുവരും. അതായത് ഓവുലേഷൻ നടക്കാതിരിക്കും, പീരീഡ് വരാതിരിക്കും. സ്ട്രെസ് അത് ഓവുലേഷൻ ആകാതിരിക്കുന്നവർക്കായി കൂടുതലുണ്ടാവും. ഓവുലേഷൻ ആകുന്നവർ കറക്റ്റായിട്ട് ഓവുലേഷൻ ആകുന്നവർക്കുണ്ടാവും. ശരിക്കും ഈ ഹോർമോൺ തെറാപ്പി ഒക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഹോർമോൺ തെറാപ്പി എന്താണ്? ഈ ഹോർമോൺ തെറാപ്പി യൂഷ്വലി പോസ്റ്റ് മെനോപോസൽ പേഷ്യൻസിനാണ് ഈ കൂടുതൽ ഈ ഹോർമോൺസ് ആവശ്യം വരുന്നതും തെറാപ്പി കൊടുക്കുന്നത്. പിന്നെ ഈ ചില ആൾക്കാർക്ക് ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ആക്നി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ മോക്കുരു അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാനും അവർക്ക് കറക്റ്റായിട്ട് സൈക്കിളിൽ പീരീഡ്സ് വരാനും അവരുടെ ഈ പീരീഡ് വരുമ്പോഴുള്ള പെയിൻ സ്ട്രെസ്സെല്ലാം കുറയാനൊക്കെ ഈ മന്ത്ലി എടുക്കുന്ന മെഡിസിൻസ് കഴിച്ചാണ്. സാധാരണ വ്യക്തിക്ക് ഇതൊന്നും വേണ്ട. അതാ ഞാൻ ചോദിക്കുന്നത്. കാര്യം മെനോപോസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹോർമോൺ തെറാപ്പി ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ അല്ലാത്തവർക്കും ഇത് ആവശ്യം വരുമോ എന്നാണ്. എല്ലാവർക്കും ഇത് വേണ്ട. 100 പേര് പീരീഡ് മുൻപാണെങ്കിൽ ഒരു 10-20% ആൾക്കാർ മാത്രമേ ഇതിന്റെ ആവശ്യം വരും. ശരിക്കും ഇതിന്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? ഇപ്പം സാധാരണ ഒരു മെനോപോസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കും ഹോർമോൺ ഇല്ലാത്തൊരവസ്ഥ, ഈസ്ട്രോജൻ ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഈ മൂഡ് സ്വിങ്സ് കോൺഫ്യൂഷൻസ് കൂടുതലാണെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ബാക്ക് പെയിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് തളർച്ച പോലെ തോന്നാം അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ ചില ആൾക്കാർക്ക് ഈ ഡ്രൈനെസ് ഓഫ് സ്കിൻ ഡ്രൈനെസ്, ഹെയർ ഫോൾ, ഉറക്കക്കുറവ്, മൂഷൊക്കെ കൂടുതൽ തീർച്ചയായിട്ടും മെഡിസിൻ നല്ല വ്യത്യാസം. ഇപ്പൊ ഈ മെനോപോസിന് മുന്നേ ഉള്ള സ്റ്റേജില് പെരി മെനോപോസ് എന്ന് പറയുന്നത്, അത് ശരിക്കും എന്താണ് ആ ഘട്ടം എന്ന് പറയുന്നത്? പെരിമെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഓവുലേഷൻ നടക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഓവുലേഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ നടന്ന ഹോർമോൺ കിട്ടത്തില്ല, കുറച്ച് ഈസ്ട്രജൻ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ഓവറായിട്ട് വരാം, ചില ആൾക്കാർക്ക് പീരീഡ് വളരെ കുറവായിരിക്കും.
ഈ രണ്ട് ടൈമിലും ചില ആൾക്കാർക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഇതിലൂടെ തന്നെ വരാം. ബ്ലീഡിങ് ഓവറായിട്ട് വരുവാണ്. ചില ആൾക്കാർക്ക് യൂട്രസിന് കട്ടിക്കൂടുതലാണ്, ഈ അഡിനോമൈസിസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കാരണമാണ് ഈ ബ്ലീഡിങ് ഓവറായിട്ട് ഉണ്ടാകുവാണെങ്കിൽ നമുക്കൊന്ന് മെഡിസിൻസ് ഇടാം, അല്ലെങ്കിൽ മെറീന എന്ന സാധനമുണ്ട്, പ്രോപ്പർട്ടി കൊടുത്ത സാധനം മെറീന, അതിടാം. അപ്പം അതൊക്കെ നമുക്ക് ലോക്കൽ ഹോർമോൺസ് വരും. അപ്പോൾ അത് നമുക്ക് ഈ ബ്ലീഡിങ് കുറയ്ക്കാനും പെയിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഇതൊന്നും കൺട്രോൾ ആകുന്നില്ല, മെഡിസിൻസ് എടുത്തിട്ട് പ്രശ്നമൊന്നും പ്രയോജനമില്ല, അങ്ങനെയൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് യൂട്രസ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഏത് ഏജ് ആണെങ്കിൽ യൂട്രസ് മാറ്റേണ്ടി വരും. ഫാമിലി കംപ്ലീറ്റ് ആണ്. ഫാമിലി കംപ്ലീറ്റ് അല്ല, കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വെച്ചുള്ള സർജറി ചെയ്യണം. ഫാമിലി കംപ്ലീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെരിമെനോപോസൽ പോസ്റ്റ് മെനോപോസൽ ആ ഒരു ഏജിലാണെങ്കിൽ പ്രോബ്ലം യൂട്രസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കഴിയുമ്പോൾ പിന്നെ പ്രശ്നമാണ് മാറും. പിന്നെ നമുക്ക് അതല്ല യൂട്രസ് വെച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും. ഇതെന്ന് നല്ല വ്യത്യാസമുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ 100 പേര് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 50% ആൾക്കാർക്കും മെഡിസിൻസിലൂടെ നല്ല വ്യത്യാസം വരും. മെഡിസിൻ വ്യത്യാസം വരാത്ത ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും അടുത്ത ഓപ്ഷനുകൾ പറയാം. ഈ മെനോപോസ് ആകാൻ പോവാണെന്ന് അതെങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് ഇപ്പം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ FSH എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. FSH ഇപ്പം സെക്കൻഡ് ഡേ ഓഫ് പീരീഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഹൈ ആണെങ്കിൽ നമുക്ക് മെനോപോസ് വരാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ AMH ആന്റിമോളിയൽ ഹോർമോൺ എന്ന് പറയും. അപ്പോൾ അതും നമുക്ക് കുറവാണെങ്കിൽ, വളരെ കുറവാണെങ്കിൽ മെനോപോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് തന്നെ നമ്മൾ നോക്കിയാൽ ബാക്കി നോക്കിയിട്ട് കാര്യം. ആർത്തവം എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ബോഡി കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഡയറ്റ് എന്താണ്? നമ്മൾ ഈ അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് അനീമിക്കാനുള്ള സാധ്യത ആ സമയത്ത് എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒരു മാസം എടുക്കും നമുക്ക് റിവ്യൂ ഷെഡ്യൂൾ വരാൻ. നമുക്ക് ഒരു സ്ത്രീകളുടെ ഹീമോഗ്ലോബിൻ നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു 10 അടുപ്പിച്ചേ കാണത്തുള്ളൂ. അത് ഇപ്പോഴത്തെ ഈ ജങ്ക് ഫുഡ് ഈറ്റിംഗ് ഒരു ഭയങ്കര വിഷയമായിരിക്കാം. സാധാരണ രീതിയിൽ ഒരു 11 എബോവ് കാണണം, അറ്റ്ലീസ്റ്റ് ഒരു 10 എബോവെങ്കിലും കാണണം. അപ്പോൾ നമുക്ക് അടുത്ത മാസം പീരീഡ് ആകുമ്പോൾ വീണ്ടും ബ്ലീഡ് ചെയ്യുമ്പോൾ വീണ്ടും ഈ അയൺ ലെവൽ കുറയും, ഹീമോഗ്ലോബിൻ ലെവൽ കുറയും. അപ്പോൾ നമ്മളൊരു 1 മന്ത് നമ്മൾ അതനുസരിച്ച് ഇടയ്ക്ക് നമുക്ക് അതനുസരിച്ച് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നെക്സ്റ്റ് ടൈം കൊണ്ട് നമുക്ക് റെഡി കിട്ടും. ഈ PCOS അല്ലെ PCOD അതിൻ്റെ അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഹോർമോൺ ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും, അതുപോലെ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റും. ഇത് രണ്ടും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് PCOD ബേസിക്കലി ഓവുലേഷൻ ആകാത്ത ഒരു കണ്ടീഷൻ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടി വരുന്നു, പീരീഡ് കറക്റ്റ് അല്ല, യൂറിയലാണെങ്കിൽ നമുക്ക് PCOD ചാൻസ് കൂടുതലാണ്. 2 ടൈപ്പ് PCOD ഉണ്ട്. ഒന്ന് ഓവുലേഷൻ PCOD, അനോവുലേഷൻ PCOD. അതായത് ചില ആൾക്കാർക്ക് ഈ പീരീഡും വരത്തില്ല, ഓവുലേഷനും വരത്തില്ല. ചില ആൾക്കാർക്ക് പീരീഡ് വരും, പക്ഷേ ഓവുലേഷൻ നടക്കണമെന്നില്ല. അപ്പം പീരീഡ് വരും, അത് ഈസ്ട്രജൻ മാത്രമേ ഹോർമോൺ അവരുടെ ശരീരത്തിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കുറച്ചാൾ കഴിയുമ്പോൾ ഈ ഈസ്ട്രജൻ ഒരു ചെറിയൊരു ഡിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു പീരീഡ് വരും, പക്ഷെ അത് ഓവുലേഷൻ ആയിട്ട് പീരീഡ് വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും, സീക്വൻഷ്യൽ സ്കാനിങ്ങിലൂടെ എഗ് വളരുന്നുണ്ടോ, ഓവുലേഷൻ ആകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓവുലേഷൻ ആണെങ്കിൽ PCOD നോക്കാം. പിന്നെ അതിൻ്റെ ഹോർമോൺസ് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും വേറെ ഏതെങ്കിലും PCOD ഓവറിലെ എഗ്ഗിന് നമ്പർ കൂട്ടണമെങ്കിൽ PCOD ആണെന്നാണ്. പലപ്പോഴും അത് എഗ്ഗിന് നമ്പർ കുറവാണെങ്കിൽ നമ്മൾ PCOD ആയിട്ട് നമ്മൾ ചില ആൾക്കാർ ഡയഗ്നോസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ വിഷയങ്ങൾ. അല്ലെങ്കിൽ കുഴപ്പം നമുക്ക് ഇപ്പം ആകെ PCOD എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഇറഗുലർ പീരീഡ്സ് ആണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇൻക്രീസിങ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ അത് മാത്രം കറക്റ്റ് ചെയ്തെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ കിട്ടണം. പക്ഷേ അതല്ല, ഓവുലേഷൻ ആകണം കുഞ്ഞാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഓവുലേഷൻ ആകാനുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും, കുഞ്ഞുണ്ടാകാനുള്ള മെഡിസിൻസും എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ചിലപ്പോൾ ഓവുലേഷൻ ആകും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഭയങ്കര അമ്മയ്ക്ക് PCOD PCOD വരാൻ സാധ്യത. വേദനയില്ലാത്ത പ്രസവം ഇപ്പം ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പല കേന്ദ്രങ്ങൾ അങ്ങനെ ഉണ്ട്. അത് ശരിക്കും സംഭവമാണ്, വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. നമുക്ക് എപ്പോഴും ചില പേഷ്യൻസിന് വേദനിച്ച് ഇതുപോലെ പറഞ്ഞ പോലെ വേദനിച്ച് പ്രസവിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അത് ഓക്കെയാണ്. ചില ആൾക്കാർക്ക് വേദന വേണ്ട, കാരണം ഈ പെയിൻ വരുമ്പം നല്ല രീതിയിൽ യൂട്രസ് കൺട്രാക്ട് ചെയ്യും, അപ്പം നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ അത് വേദന അസഹനീയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറൽ അനസ്തീസിയ എന്ന് പറയും, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നട്ടിലൊരു കുത്തിവെപ്പും
അപ്പോൾ എന്നിട്ട് മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ ആയി കഴിയുമ്പോൾ അത് ചെയ്യുന്നത്, അതായത് ഗർഭപാത്രം ഒരു 3 സെൻറ്റിമീറ്റർ ആയി കഴിയുമ്പോൾ, ഗർഭപാത്രം മൂവ് ആകും, ഒരു 3 സെൻറ്റിമീറ്റർ ആയി കഴിയുമ്പോൾ ഇത് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, പിന്നെ ലേബർ പെയിൻ കുറയത്തില്ല. ലേബർ ഉണ്ടാവും, അതായത് കൺട്രാക്ഷൻ, യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാവും, പക്ഷേ പെയിൻ നമ്മൾ അറിയത്തില്ല. അപ്പം അത് പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് കുഞ്ഞ് പുറത്തോട്ട് വരുന്നത് അറിയത്തില്ല, കാരണം ഈ പേഷ്യൻ്റ് ഇത് അറിയത്തില്ല. അപ്പോൾ കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോഴേ നമ്മൾ പിന്നെ അറിയത്തുള്ളൂ. അപ്പോൾ മോണിറ്റേർഡ് ആയിരിക്കണം. അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റേർഡ് ആയിരിക്കണം. അപ്പം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പേഷ്യൻറ്റിന് കിടക്കാൻ പറ്റും, ഒട്ടും അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ശരിക്കും ആർത്തവത്തിന് വേദന വേണ്ടിയിരുന്നാണോ, വേദന വരേണ്ടതാണോ? അത് ഈ യൂട്രസ് കൺട്രാക്ട്, ഇപ്പം യൂട്രസിനുള്ളിൽ ഏറ്റവും ഉള്ളിലെ അറയാണ് എൻഡോമെട്രിയം. അപ്പോൾ നമുക്ക് 2 ഹോർമോണാണ് സ്ത്രീകൾക്കുണ്ടാകുന്നത്. ഒന്ന് ഈസ്ട്രജൻ, 2 ഓവുലേഷനായ ശേഷം പ്രൊജസ്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ 2 ഹോർമോൺ വന്നു കഴിയുമ്പോൾ, ഓവുലേഷൻ ആയി കഴിയുമ്പോൾ ഒന്നുകിൽ പ്രഗ്നൻസി ആവും. പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ പീരീഡ് വരത്തില്ല. ഓക്കെ, പ്രഗ്നൻസി ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നിന്ന് കഴിയുമ്പോൾ പീരീഡ് വരും. പീരീഡ് വരുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ നമ്മുടെ യൂട്രസിലെ ഏറ്റവും ഉള്ളിലെ അറയുണ്ട്, അത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ യൂട്രസ് ചുരുങ്ങാൻ തുടങ്ങും. ഈ ചുരുങ്ങുന്നതാണ് ശരിക്കും ബ്ലീഡിങ് നിർത്തുന്നത്. അപ്പോൾ ഈ ചില യൂട്രസിന് ചുരുങ്ങാൻ കഴിവ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഈ അഡിനോമൈസിസ് എന്ന് പറയും, കട്ടിക്കൂടുതലുണ്ടെങ്കിൽ യൂട്രസിന് ചുരുങ്ങാനുള്ള കഴിവ് കിട്ടത്തില്ല. മുഴയുണ്ടെങ്കിലും ആ മുഴയുള്ള ഭാഗത്ത് യൂട്രസിന് ചുരുങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ മുഴയുള്ള ഭാഗത്ത് ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ട് ബ്ലീഡിങ് കൂടുതലുണ്ടാവും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ചിലവർക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെയിനെ കാണത്തുള്ളൂ. ഇത് യൂട്രസ് കൺട്രാക്ട് ചെയ്ത് സാധനം പുറത്തു പോകും, ഒരു പെയിനും ഇല്ല. ഒരു ദിവസം ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. ചിലർ പറയും ഒരു മാസ് പോലെ പോയെന്ന് പറയും. അത് എൻഡോമെട്രിയം മൊത്തത്തിൽ പൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രഗ്നൻസി പോയതുപോലെ തോന്നും. പക്ഷേ അത് പ്രഗ്നൻസി അല്ല, എൻഡോമെട്രിയം മൊത്തത്തിൽ ഒരൊറ്റ പീസായിട്ട് ചിലപ്പോൾ പൊഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ളവർക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു ക്രാമ്പി പെയിൻ വന്നങ്ങ് മാറും. ഈ കട്ടി കൂടുതലുള്ളവർക്കാണ് കൂടുതൽ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. കട്ടി കൂടുതൽ ഏജ് കൂടുമ്പോൾ ഉണ്ടാവും, 1-2 പ്രസവം കഴിയുമ്പോൾ കട്ടി കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ 2-3 ആൾക്കാർക്കാണ് ഈ വേദന ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാത്തവർക്ക് അത്രയും വേദന വരത്തില്ല. പിന്നെ ഈ ട്രിപ്പിൾ ഡിസ്മെനോറിയ എന്ന് പറയും, അതായത് പീരീഡ് വരുന്നതിന് മുന്നേ വേദന വരുന്നത്, പീരീഡ് സമയത്ത് വേദന, പീരീഡ് നിന്നതിന് ശേഷം വേദന, ഇതൊക്കെ ഈ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ പൊട്ടൽ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ കൂടുതൽ ഇതുണ്ടാകുന്നത്. അല്ലാത്തവർക്കൊന്നും ഉണ്ടാകത്തില്ല. ഡോക്ടറിന് ഒരുപാട് വേൾഡ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയോ? എനിക്കാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഓൾറെഡി 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിന് ഡെലിവറി സമയത്ത് അവർക്ക് മുഴ കണ്ടുപിടിച്ചായിരുന്നു. എന്നിട്ട് ഈ മുഴ സർജറി ചെയ്യാൻ പേടി, കാരണം മുഴ സർജറി ചെയ്യാതെ 17 വർഷം മുഴയും കൊണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നപ്പം ഒരു പൂർണ്ണ ഗർഭിണിയുടെ അത്രയും വയറിലാവുന്നത്. എന്നിട്ട് പുള്ളിക്കാരിക്ക് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ ട്യൂബ് ഇട്ടേക്കായിരുന്നു, കത്തീറ്റർ ഇട്ടേക്കായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒപ്പിയുടെ ഫ്രണ്ടിൽ ഒരു പൂർണ്ണ ഗർഭിണി നിൽക്കുന്ന പോലെ ഞാൻ പറഞ്ഞു ഞാൻ ഗർഭിണിയെ പരിശോധിക്കത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഗർഭിണിയല്ല, ഇതുപോലെ എനിക്ക് മൂത്രം പോകുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി പരിശോധിച്ചപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ യൂട്രസ് ഒരു പൂർണ്ണ ഗർഭിണിയുടെ അത്രയും ഇങ്ങനെ വലിയ യൂട്രസ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഞാൻ എന്താ നിങ്ങൾ ഇത്ര നാളുടെ സർജറി എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയപ്പോൾ ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്പൺ സർജറി പുള്ളിക്കാരി വില്ലിങ് അല്ലായിരുന്നു. അപ്പോൾ ഓപ്പൺ സർജറിക്കകത്താണെങ്കിൽ ഇപ്പം ഇവിടെ വരെയുണ്ട്, നെഞ്ചുകൂടിൻ്റെ അവിടെ വരെയുണ്ട് യൂട്രസ്. അപ്പോൾ മേളിൽ വിട്ട് താഴെ വരെ കട്ട് ചെയ്ത് സർജറി ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ എന്നാലും നമുക്ക് ഈ മൊത്തം യൂട്രസ് പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ യൂട്രസ് അങ്ങ് വളർന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇപ്പോൾ 2-3 വട്ടം യൂറോളജിസ്റ്റിനെ കണ്ട് ഇപ്പോൾ കത്തിയിട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്തു, സർജറി ചെയ്തു. ആ യൂട്രസ് നമ്മൾ കീ ഹോളായിട്ട് നീക്കം ചെയ്തു. പിന്നെ അത് തൂക്കി കഴിയുമ്പോൾ ആ യൂട്രസിന് ഏകദേശം 4.5 കിലോ തൂക്കം ഉണ്ടായിരുന്നു, 4.420 കിലോഗ്രാം. അങ്ങനെ അത് വേൾഡ് റെക്കോർഡായിരുന്നു. അങ്ങനെ ആ പേഷ്യൻ്റ് രസം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം വീട്ടിൽ പോയി, ഒരാഴ്ച കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വന്നു, ഒരു പ്രശ്നമില്ല. അത് താക്കോൽദാര ശസ്ത്രക്രിയയുടെ പ്രത്യേകത. ബ്ലഡ് ലോസ് ഒട്ടുമില്ല, റെസ്റ്റ് ഒട്ടും വേണ്ട. നമുക്ക് പിന്നെ നമ്മൾ 1 മന്ത് കഴിഞ്ഞ് നമ്മൾ അബ്ഡോമൻ നോക്കി ആ സർജറി ചെയ്താൽ അറിയാൻ പോലും ഇല്ല. അത്ര സർജറിയുടെ അഡ്വാൻറ്റേജ്. അതേപോലെ 71 വയസ്സുകാരിയെ നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 71 year old. അത് നമ്മുടെ ഈ ART ബില്ല് വരുന്നതിന് മുന്നേ ആയിരുന്നു. അത് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയി, പുള്ളിക്കാരി 32 weeks ആയപ്പോൾ ഡെലിവറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊരു മിറക്കിൾ പ്രഗ്നൻസി ആയിരുന്നു. ഒരു ഒറ്റ IVF ചെയ്തുള്ള പേഷ്യൻ്റ്, 71 years. പിന്നെ നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഓവറി അൺഡിസെൻറ്റഡ് ഓവറി എന്ന് പറയും. ഓവറി ഈ കിഡ്നിയുടെ തൊട്ട് താഴെയായിട്ടായിരുന്നു. അപ്പം അവർ പലയിടത്ത് കാണിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഡോക്ടേഴ്സ് 2 വട്ടം ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഓവറി മിസ്സിങ് ആണ്, ഓവറി ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് പുള്ളിക്കാരി നോക്കുമ്പോൾ പുള്ളിക്കാരി ഈസ്ട്രജനിക്കാണ്. അത് വേറെ നല്ല ഒരു ടിപ്പിക്കൽ ഒരു ലേഡിയാണ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോൾ ഹോർമോൺസ് എല്ലാം നോർമലാണ്. പിന്നെ CT ചെയ്തപ്പോൾ ഓവറി കിഡ്നിയുടെ അടുത്തായിരുന്നു. പിന്നെ നമ്മൾ IVF ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഓവറി കുറച്ചുകൂടെ പുറത്തോട്ട് വരും. പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി
ഈ എഗ്സ് കുത്തിയെടുത്തിട്ട് പിന്നെ ഹസ്ബൻഡ് സ്പെർംസുമായിട്ട് മിക്സ് ചെയ്ത് കുഞ്ഞാക്കി, പിന്നെ പുള്ളിക്കാരിക്ക് യൂട്രസിനുള്ളിലും ഒരു ഭിത്തി ഉണ്ടായിരുന്നു, അതും കറക്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ യൂട്രസിനുള്ളിൽ കുഞ്ഞിനെ നിക്ഷേപിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളായി. നമുക്ക് ഒത്തിരിയും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പേഷ്യൻസ് വരും. ഡോക്ടറിന് ഇപ്പോൾ ഇത്രയും വർഷത്തെ കരിയറിൽ ഡോക്ടർ എന്താണ് കൈകാര്യം ചെയ്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് എന്താണ്? നമുക്ക് ഈ എപ്പോഴും ഒരു പേഷ്യൻ്റ് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സംഭവം ജനനവും മരണവുമാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആര് എപ്പം പ്രഗ്നൻ്റ് ആവുന്നു, ഏത് പ്രഗ്നൻസി നമുക്ക് ഒരു കുഞ്ഞിനെ കൈ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ സർജറീസ് ആണെങ്കിൽ തന്നെ നമുക്ക് ചില സർജറീസ് ചലഞ്ചിങ് ആയിരിക്കും, പക്ഷെ നമുക്ക് അറ്റ് ദ എൻഡ് നമുക്കൊരു സക്സസ് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു വലിയ യൂട്രസ് എടുത്തു, അപ്പോൾ അത് നമുക്കറിയാം ഇത് എടുക്കാൻ പറ്റും, എടുത്തു കഴിഞ്ഞാൽ സക്സസ് കിട്ടുന്നു. പക്ഷെ നമുക്ക് പ്രഗ്നൻസി മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിക്കലും നമുക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പക്ഷേ അപ്പം പല പേഷ്യൻസ് പലയിടത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പ്രഗ്നൻസി കിട്ടാതെ വരുന്ന പേഷ്യൻസിനെ നമുക്ക് അതൊരു ശരിക്കും ഭയങ്കര ചലഞ്ചാണ്, നമുക്ക് അവരെ ഒരു പ്രഗ്നൻസി ആക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എവിടെയാണ് കറക്റ്റായിട്ട് പ്രോബ്ലം കണ്ടുപിടിച്ച് അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ അഡ്വൈസ് കൊടുത്ത് അവരെ നമ്മൾ ആ ഒരു രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രഗ്നൻസിക്കുള്ള ചാൻസ് കിട്ടും. അങ്ങനെ ട്രൈ ചെയ്യേണ്ടി വരും, ഏറ്റവും ചലഞ്ച്. ഓക്കെ, താങ്ക് യു ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചു. താങ്ക് യു.